1000 കോയിന്റെ ഷെഡിന് 10 ലക്ഷം രൂപ ചെലവ് കണക്കാക്കി അതിന്റെ 1%. അപ്പോ 10000 കോയിന്റെ ഷെഡിന് 1 കോടിയും അതിന്റെ മുകളിലും ചെലവ് വരും എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്ക്. നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് 1 കോടി രൂപ ചെലവിൽ 10,000 കോയിന്റെ ഷെഡ് ഉണ്ടാക്കുന്നത്. അതിന്റെ കാലുകൾ എന്താ സ്വർണം കൊണ്ടാണോ? നമുക്കൊന്ന് വെള്ളപാത്രത്തിൽ അതുപോലെ തന്നെ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ അലൂമിനിയം ഒക്കെയാണോ? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിന്റെ സൈഡ് നെറ്റുകൾ കൊടുത്തിട്ട് ഇരുമ്പ് വലയിലാണ്. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പരമാവധി അവരെ കണ്ട് ബോധിപ്പിച്ചു. ഞങ്ങളുടെ സാധാരണ നെറ്റുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, സ്വർണ്ണ വലകളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഗവൺമെന്റ് ഓർഡർ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്, ഗവൺമെന്റുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞത്. അപ്പൊ ആ തരത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് ഗവൺമെന്റിനെ ധരിപ്പിക്കണമെങ്കിൽ നമ്മൾ കൂട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള. ഇപ്പൊ ഒരു പുതിയ നിയമം പല പഞ്ചായത്തുകളും നടപ്പിലാക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഫാമുകൾക്കൊക്കെ 10,000 രൂപ ഫസ്റ്റ് ഘട്ടത്തിൽ ഫൈൻ അടക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലൈസൻസ് എടുക്കാത്തത്? നമുക്ക് ലൈസൻസ് എടുക്കാൻ നിർവാഹമില്ല. കാരണം എന്താ, ഇപ്പോ DCC പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിച്ച് അയാൾ അത് വിശദീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ലൈസൻസ് എടുക്കാൻ പറ്റാത്തത്? ആ ലൈസൻസ് എടുക്കണമെങ്കിൽ അതിന്റെ നൂലാമാലകൾ, ഓരോ കടമ്പകളുണ്ട്. എന്താണ് കടമ്പകള്? പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമങ്ങൾ കാണുന്നത് ഒരു പടക്ക നിർമ്മാണശാലക്ക് എന്തൊക്കെയാണോ നിയമങ്ങൾ അനുശാസിക്കുന്നത് അതേ നിയമമാണ് ഒരു കോഴി ഫാം ലൈസൻസിന് നിർബന്ധമാക്കുന്നത്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള, തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള പടക്ക നിർമ്മാണശാലയുടെ അതേ ലൈസൻസ്, അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് കോഴി ഫാമുകൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിയോ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാറ്റണം, അത് തിരുത്തണം എന്നാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരു സമരങ്ങളുടെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു വേദിയായി ഇത് മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കൃഷിയിൽ ഉൾപ്പെടുത്തുക, അതുപോലെ ലൈസൻസ് ലഘൂകരിക്കുക എന്ന 2-3 ആവശ്യങ്ങളാണ്. അതേപോലെ വളർത്തുകൂലി വർദ്ധിപ്പിക്കുക. ഈ 2-3 ആവശ്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഈ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഗവൺമെന്റ് തലത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോവേണ്ടി വരും. നമ്മൾ ഓരോ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിനുള്ളൊരു ആഹ്വാനം, അതിനൊരു സമര പ്രഖ്യാപനം നടത്തേണ്ട സ്ഥിതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്കാണ്. എല്ലാ ആളുകൾക്കും നോട്ടീസുകളും പ്രയാസങ്ങളും ഒക്കെ വരാൻ പോകുന്ന മുൻകൈട്ട് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സംസ്ഥാന സമ്മേളനം വിളിച്ചു ചേർത്ത് അത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സമ്മേളനം, ഇത്രയും വലിയൊരു റാലിയും നമുക്ക് നടത്താൻ പറ്റിയത്. അപ്പൊ ഇതിന്റെ ഒരു സമര പ്രഖ്യാപനത്തിന് തുടക്കം കുറിക്കലും കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സഹോദരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.